രെ ഇവിടെ എന്താണ് അങ്ങാടിയായ അങ്ങാടികളിൽ മുഴുവനും വഹാബികൾ വന്നിട്ട് നാട്ടിലെ മുസ്ലിമീങ്ങൾക്കൊന്നും അള്ളാനെ പറ്റി ഒരു ചുക്കും അറിയില്ല. മാത്രമല്ല ഇവിടെയുള്ള സുന്നത്തിയമായതിന്റെ ആലിമീങ്ങളൊന്നും അള്ളാനെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുമില്ല. ഇവിടെയുള്ള ആലിമീങ്ങളൊക്കെ ഔലിയാക്കളെ മാത്രമാണ് ഇവിടെയുള്ള സമുദായത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത് എന്ന് വരുത്തി തീർക്കാനാണ് മൗലവി ഈ കപട നാടകം അവതരിപ്പിച്ചത്. എന്നാൽ സഹോദരന്മാരെ, ഇവിടെ ഈ ഉമ്മത്തിൽ അള്ളാഹുവിനെ അടിസ്ഥാനപരമായി പരിചയപ്പെടുത്തുന്ന വിഭാഗമാരാൻ നിങ്ങളൊക്കെ നമ്മുടെ മതകലാലയങ്ങൾ, ആ മതകലാലയങ്ങളിൽ വളർന്നു വരുന്നൊരു കുട്ടി അള്ളാഹുവിനെ സംബന്ധിച്ച് അത്ര കൃത്യമായിട്ടാ പരിചയപ്പെടുന്നത്. പക്ഷെ അതൊക്കെ അവഗണിച്ച് നമ്മുടെ ആലിമീങ്ങളൊക്കെ വെറോ ഔലിയാക്കളെ പറ്റി, നമ്മൾ ഔലിയാക്കളെ പറ്റി പറയാറേ ഇല്ല. പിന്നെ ആരെ പറ്റിയാ നമ്മൾ പറയാറ്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റിയാ നമ്മൾ പറയാറ്. അത് തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പറച്ചിലല്ലേ? അള്ളാഹിന്റെ റസൂലിനെ പറ്റിയാ നമ്മൾ പറയാറ്, അല്ലാതെ ഏതെങ്കിലും ഒരു ദൂതനെ പറ്റിയല്ല, ഏതെങ്കിലും ഒരു സഹായിയെ കുറിച്ചല്ല. അള്ളാഹിന്റെ ഔലിയാക്കളെ കുറിച്ചാണ്, അള്ളാഹിന്റെ അമ്പിയാക്കളെ കുറിച്ചാണ്. അവിടെ തന്നെ അള്ളയുണ്ട്. ഇനിയോ മൗലവി വേറൊരുത്തം പറയാണ്, റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആർക്ക്? ഒരു മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന സുന്നികളുള്ള നാട്ടിൽ ചെന്നിട്ട് മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലേക്ക് വഹാബികൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു തെറ്റായ ധാരണയാണത്. എന്തേ? ഈ ആലിമീങ്ങളൊന്നും സമുദായത്തിന് അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. സമൂഹത്തെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് എന്തറിയാം? ഞങ്ങൾക്കേ അള്ളാനെ കുറിച്ച് അറിയുള്ളൂ, നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. റബ്ബിന്റെ നാമങ്ങളെ അറിയുമോ? ഞങ്ങൾക്കേ അതറിയുള്ളൂ, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. റബ്ബിന്റെ വിശേഷണങ്ങളെ അറിയുമോ? ഞങ്ങൾക്കേ അള്ളാന്റെ വിശേഷണം അറിയുള്ളൂ, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. റബ്ബിന്റെ വിശുദ്ധ ഖുർആനെ കുറിച്ച് അറിയുമോ? ഞങ്ങൾക്കേ റബ്ബിന്റെ ഖുർആനെ കുറിച്ച് അറിയുള്ളൂ. കാരണം എന്തുകൊണ്ട്? ഖുർആൻ അറിഞ്ഞ പ്രാമാണിക പണ്ഡിതരിൽ നിന്നത് പകർത്തിയവർ ഞങ്ങളാണ്. റബ്ബിന്റെ പ്രവാചകന്മാരെ കുറിച്ചറിയുമോ? അള്ളാന്റെ പ്രവാചകന്മാരെ കുറിച്ചറിയുന്നവർ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ വഹാബികൾക്കൊരു ചുക്കും അറിയൂല, മൗദൂദികൾക്കൊരു ചുണ്ണാമ്പും അറിയൂല എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഓ സഹോദരങ്ങളെ, ഇവിടെയുള്ള സുന്നത്തിയമായത്തിന്റെ വിശ്വാസികള് എത്ര അചഞ്ചലവും കൃത്യവുമായിട്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ മതകലാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അള്ളാഹിനെ പരിചയപ്പെടുകയാണ്, അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളെ കുറിച്ച് പഠിക്കുകയാണ്, അള്ളാഹുവിന്റെ മുസ്തഹീലായ സിഫത്തുകളെ കുറിച്ച് പഠിക്കുകയാണ്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹു പണ്ടേയുള്ളവനാണ്, അള്ളാഹു ഇല്ലാത്തൊരവസ്ഥ ഇവിടെ ഇല്ല. അള്ളാഹു എന്നെന്നുമുള്ളവനാണ്. അള്ളാഹു സകലമാന സൃഷ്ടികളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യതിരിക്തനും വ്യത്യസ്തനുമാണ്. അതല്ലേ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹിന്റെ പ്രവാചകൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. കുൽ നബിയെ, അങ്ങ് അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണോ? അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്. ഞാനും നിങ്ങളുമൊക്കെ അറബി ഗ്രാമർ പ്രകാരം അഹദാണ്. ഞാൻ എന്ന് പറയുന്ന ഈ മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ അറബി ഭാഷയുടെ ഗ്രാമർ പ്രകാരം ഭാഷാപരമായി അഹദാണ്. നിങ്ങളൊക്കെയും ഓരോ കസേലയിലും നിങ്ങൾ ഓരോരുത്തരും അഹദാണ്. പിന്നെ അള്ളാഹു അഹദാണെന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ അഹദാണ് എന്ന് പറയുമ്പോഴും നമ്മൾ പലതിനാൽ കൂടിച്ചേർന്ന ഒന്നാണ്. കൈകളും കാലുകളും അവയവങ്ങളും വിവിധങ്ങളായ പാർട്സുകളാലും കൂടിച്ചേർന്ന ഒന്നാണ് നമ്മൾ. എന്നാൽ അള്ളാഹു ഒന്നാണെന്ന് പറഞ്ഞാലോ, അള്ളാഹു പലതിനാൽ നമ്മളെ പോലെ കൂടിച്ചേർന്ന ഒന്നല്ല. അള്ളാഹു സമദ്, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നവനല്ല. ലം യലിദ് വലം യൂലദ്, അള്ളാഹു ഒന്നിനും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അള്ളാഹുവിന് മറ്റൊരാൾ ജന്മം നൽകിയതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആത്യന്തികമായി വിശുദ്ധ തൗഹീദിന്റെ ആധികാരികമായ നേർരേഖയാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹു എല്ലാ അർത്ഥത്തിലും സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. എല്ലാ നിലയിലും അള്ളാഹു വ്യത്യസ്തനാണ്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഒന്നുപോലെയുമല്ല അല്ലാഹ്. വലില്ലദീന അഹ്സനുൽ
ഹുസ്നാ. അമ്പിയാക്കളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികള്, അവർക്ക് ആഖിറ ലോകത്ത് സ്വർഗീയാരാമത്തിൽ കൺകുളിർക്ക കാണാനുള്ള ശക്തിയാണ് അല്ലാഹ്. ഇതാണ് നമ്മൾ നമ്മുടെ മദ്രസയിൽ പഠിച്ചത്. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ തിലാഖി. എന്റെ സദസ്സിൽ വ്യത്യസ്ത പ്രായക്കാരുണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ച അല്ലാഹ് അത് തന്നെയാണ്. നമ്മുടെ പൂർവികരായ ഗുരുനാഥന്മാരും മാതാപിതാക്കളും പഠിച്ച അല്ലാഹു അത് തന്നെയാണ്. ഇനി നമ്മുടെ തലമുറയിലേക്ക് നമ്മൾ കൈമാറുന്ന അല്ലാഹുവും അത് തന്നെയാണ്. ഇവിടെ 4 സുന്നി സംഘടനകളുണ്ട്. അവർക്ക് വ്യത്യസ്തങ്ങളായ മതകലാലയങ്ങളും പാഠപുസ്തകങ്ങളും ഉണ്ട്. എന്നാൽ ആ പാഠപുസ്തകങ്ങളിലൊക്കെയുള്ള അല്ലാഹ് ഏതാണ്? മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ തിലാഖി. സകലമാന സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായ രാജാതിരാജനായ റബ്ബാണ്. എന്നാൽ ഇതുപോലെ വഹാബികൾക്കൊരു അല്ലല്ല, ഇതുപോലെ മൗദൂദികൾക്കൊരു അല്ലല്ല എന്ന് നമ്മൾ എങ്ങനെ പറയുന്നു? കഴിഞ്ഞ 100 കൊല്ലക്കാലം വഹാബികൾ പരിചയപ്പെടുത്തിയ അള്ളാനെ നമ്മൾ പരിശോധിച്ചാൽ കലണ്ടറിലെ വ്യത്യസ്തത പോലെ, നമ്മുടെ നാടുകളിലെ പലതിലും നമ്മൾ കാണുന്ന അപ്ഡേഷൻ പോലെ, സഹോദരങ്ങളെ, വഹാബി ദൈവത്തിന്റെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ കാണാം. നിങ്ങൾ നോക്ക്, കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണ് ആര്? KM മൗലവിയെ പോലെയുള്ള ആളുകൾ. അവർ അവരുടെ ആദ്യകാലങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഫതാവൽ മനാർ എന്നാണ് അതിൻ്റെ പേര്. അതിൽ മൗലവിമാർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിചയപ്പെടുത്തുന്ന പടച്ചോൻ പരിക്കുകളൊന്നുമില്ലാത്ത ശരിയായ പടച്ചോനാണ്. അത് വഹാബികളുടെ ആദ്യകാല പുരോഹിതന്മാരുടെ അള്ളയാണ്. സഹോദരന്മാരെ, അതിലെന്താണ് മൗലവിമാർ പറയുന്നത്? അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല, കൈകാലുകൾ ഉണ്ടെന്ന് പറയാൻ പാടില്ല, അള്ളാഹുവിന് ജഡമുണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായ പുത്തൻവാദിയാണ് എന്ന് പറയുന്നത് സാക്ഷാൽ വഹാബികൾക്ക് തൗഹീദ് കേരളത്തിൽ കൊണ്ടുവന്ന KM മൗലവിയെ പോലെയുള്ള ആളുകളാണ്. സഹോദരന്മാരെ, ഇത് ശരിയായ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്നാൽ ഈ അള്ളാഹു ഇന്നത്തെ വഹാബികൾക്കുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. എന്തേ കാരണം? പിന്നീട് വഹാബികൾ അള്ളാഹിനെ കുറിച്ച് കൂടുതൽ ആലോചന നടത്തുകയാണ്, കൂടുതൽ വിശകലനം നടത്തുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ തലക്കനുസരിച്ച് അള്ളാഹുവിനെ കണ്ടെത്തുകയാണ്. എന്നിട്ട് മൗലവിമാര് പിന്നീട് അള്ളാഹുവിനെ പല കോലത്തിൽ പരിചയപ്പെടുത്തി. എത്രത്തോളം? അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാണ് എന്ന് വഹാബികളുടെ തന്നെ ആദ്യകാല നേതാവ് ഫതാവൽ മനാറിൽ എഴുതി വെക്കുന്നു. എന്നാൽ പിന്നീട് ഈ നാട്ടിൽ വന്ന വഹാബികളോ അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് തന്നെ സമുദായത്തെ പഠിപ്പിക്കുന്നു. അള്ളാഹ്ക്ക് കൈകാലുകൾ ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്നൊരു ഭാഗത്ത് വഹാബികൾ എഴുതി വെക്കുന്നു. മറുഭാഗത്ത് ഇതേ വഹാബികൾ അള്ളാഹ്ക്ക് കൈകാലുകൾ ഉണ്ട് എന്ന് എഴുതി വെക്കുന്നു. അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന വഹാബികൾ, സഹോദരന്മാരെ, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് മറുഭാഗത്ത് എഴുതി വെക്കുന്നു. ഇങ്ങനെ അള്ളാഹു എന്നതിനെ കേവലം ഓരോരുത്തരും വരച്ചു വെക്കുന്ന കേവല കാർട്ടൂണ് പോലെ വിഗ്രഹവൽകൃതമായ വിശ്വാസധാരയിലേക്ക് കൊണ്ടുപോയി തള്ളിയ കക്ഷികളാണ് പുൽപ്പറ്റ പ്രദേശത്ത് കാന്തപുരം ഉസ്താദ് കേരള യാത്രയിലെ അള്ളാനെ പറ്റി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വാചകമടിക്കുന്നത്. ശരിയാ, നിങ്ങളെപ്പോലെ ഒരു വിഗ്രഹ സമാനമായ അള്ളാനെ കാന്തപുരം ഉസ്താദ് പറയാറില്ല, മുസ്ലിമീങ്ങൾ വിശ്വസിക്കാറില്ല. ഇത് നമ്മൾ പറയുന്നത് വെറുതെ അല്ല സഹോദരന്മാരെ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം വഹാബികൾ പച്ചമലയാളത്തിൽ എഴുതി വെച്ച പരിഭാഷയും പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. എത്രയോ ഉദാഹരണങ്ങൾ. 100 കൊല്ലത്തിനിടക്ക് 150 കൊല്ലത്തിൽ അള്ളാനെ വഹാബികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ മൗലവിമാര് നേരെ വന്നിട്ട് അതിനെ മറുപടി പറയും. എങ്ങനെ അറിയോ? അതൊക്കെ മുസ്ലിയാർ നുണ പറയാണ് എന്ന് പറയും. അതൊക്കെ മുസ്ലിയാർ നുണ പറയാണ് എന്ന് പറയും. പക്ഷെ അങ്ങനെ നുണ പറയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റിയൊരു കാലം പണ്ടുണ്ടായിരുന്നു. മഹാനായ ചെറിയ പി ഉസ്താദിനെ പോലെ, EKS മുസ്ലിയാരെ പോലെ, പതി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ വഹാബി പുരോഹിതന്മാർ പറയുന്നതിൻ്റെ വസ്തുതകൾ വിശദീകരിച്ച് പ്രമാണങ്ങളൊക്കെ തെളിവ് സഹിതം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്താൽ അതിനെ ഗണ്ണിക്കാൻ തങ്ങളുടെ അടിമകളാക്കി വെച്ച അണികളുടെ മുന്നിൽ മൗലൈമാർക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് മുസ്ലിയാർ കളവ് പറഞ്ഞതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റൂല. കളവ് പറഞ്ഞതാണ് എന്ന്
പറഞ്ഞാൽ സഹോദരന്മാരെ LCD മൗലവിമാരെ പിടികൂടും. അതുകൊണ്ടാണ് വഹാബ് സഖാഫി LCD സഹിതം പ്രസംഗിക്കുന്നു ഏതെങ്കിലും ഒരു മുജാഹിദ് മൗലവിയോ അണികളോ ഒരു പോസ്റ്റ് കണ്ടാൽ കുന്തിരിക്കം പുകയിനോടുത്ത് ഇബിലീസിനെ കണ്ട മാതിരിയാണ് വഹാബിയാക്ക് അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടാൽ. എന്താണ് മൗലവിമാരുടെ വൈരുദ്ധ്യം LCD കൂടെ നാട്ടുകാർ കാണുന്നു എന്നതാണ് മൗലവിമാരുടെ പ്രശ്നം. അതാണ് വഹാബികളുടെ പ്രശ്നം. അതിന് ഇന്ന കുതിരയാക്കിയിട്ട് കാര്യമുണ്ടോ? മൗലവിമാരോട് അന്തത്തിൽ വർത്താനം പറയുന്നു പറയല്ലേ വേണ്ടിയത്. നിങ്ങളൊക്കെ മൗലവിമാർ വഹാബികൾ പൗരാണിക പുരോഹിതന്മാർ പറഞ്ഞ പടച്ചോനെ അല്ല ഇപ്പൊ പറയുന്നത്. പൗരാണിക പുരോഹിതന്മാർ അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇപ്പത്തെ വഹാബികൾ അള്ളാഹ്ക്ക് അവയവുണ്ട് എന്നാ പറയണെന്നൊക്കെ നമ്മൾ പ്രസംഗിച്ചപ്പോ ഒരു സ്ഥലത്താണ് എനിക്ക് ഡയറക്റ്റായി എൻ്റെ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഫൈസൽ മൗലവി മറുപടി പറഞ്ഞത്. ആ പറഞ്ഞതേ ഫൈസൽ മൗലവിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ നേർക്ക് നേരെ മൗലവി വന്നിട്ടില്ല. അത് ഞാനൊരു സംഭവമായിട്ടല്ല, മൗലവിമാരുടെ വിവരക്കേട് അത്രയും സംഭവമായതുകൊണ്ടാണ്. നിങ്ങൾ നോക്ക്, മൗലവി വെല്ലുവിളിക്കുകയാണ്. ഇവിടെ അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പണ്ട് പറഞ്ഞു എന്നും ഇപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നുമാണ് മൂല്യർ പറയുന്നത്. എവിടെയാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന ഒന്നൊന്നര വെല്ലുവിളി പറയാ. ഇവർ ആദ്യം പറഞ്ഞു അല്ലാഹു തആലാക്ക് അവയവമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാകും. അതെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞിക്കണ്. അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് വിശ്വസിച്ചാൽ കാഫിറാകുമെന്ന് ഫത്താവൽ മനാറിൽ മുമ്പ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 950 അൽമനാറിലുണ്ട്. ശരിയാണ്, അതിലുണ്ട്. അതന്നെ, നമ്മൾ നുണ പറയില്ല. നമ്മൾ ഈ പറയണൊക്കെ ശരിയാകാരം. അള്ളാഹ്ക്ക് അവയവുണ്ട് വിശ്വസിച്ചാൽ കാഫിറാകും, അല്ലാഹു തആലക്ക് ജഡമുണ്ട് വിശ്വസിച്ചാൽ കാഫിറാകും എന്ന് അൽമനാർ എഴുതി. എന്നിട്ട് മൂപ്പര് പറയാ അപ്പൊ അന്ന് മുജാഹിദിന്റെ അള്ളാഹ്ക്ക് അവയവങ്ങളില്ല. അതാണ് അന്നത്തെ വഹാബി ദൈവത്തിന് അവയവല്ല. വലിയ അപകടമില്ലാത്ത അള്ളാഹ് അന്നത്തെ വഹാബിയൊക്കെ ഉണ്ട്. മുജാഹിദ് അള്ളാഹ്ക്ക് ജഡമില്ല. അത് കഴിഞ്ഞ് 2007 ആയപ്പോൾ മുജാഹിദുകൾ യോഗം കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. അതാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞിക്കണേ. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല അള്ളാഹ്ക്ക് ഒറ്റക്കാജുള്ളൂ. പിന്നെ ഒരു കൊല്ലങ്ങൾ പറഞ്ഞു അള്ളാഹ്ക്ക് വലത് കൈയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു വലതുള്ളൂ ഇടതില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിക്കണേ. അപ്പൊ എന്തായി? അന്ന് പറഞ്ഞു അവയുണ്ട് വിശ്വസിച്ച കാഫിർ. ഇപ്പൊ പറഞ്ഞതാ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അപ്പൊ നിങ്ങൾ കാഫിറായില്ലേ. അള്ളാഹ്ക്ക് അവയുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോ, അത് കാണിക്ക്. അതാണ് ചോദിച്ചാ പോരെ, കുനുകുനെ കാണിച്ചു തരൂലേ. അങ്ങനെ ചോദിക്കണം, നിങ്ങൾ ഡയറക്റ്റായി ചോദിക്കണം. അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് ഞങ്ങൾ എവിടെയാ പറഞ്ഞത്? അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാവും നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഉറപ്പല്ലേ? അത് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനിയിപ്പോ വേണ്ടത് അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞിക്കണോ ഇല്ലേ എന്നല്ലേ? അതാണ് ചോദിച്ചാൽ പോരെ, നമ്മൾ അങ്ങനെ പറഞ്ഞു തരും. നിങ്ങൾ നോക്ക്, ഒരു മുജാഹിദ് മൗലവി പറയുന്നുണ്ട് അള്ളാഹ്ക്ക് അവയവമുണ്ട്, അങ്ങനെ ഉണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു മുജാഹിദ് മൗലവി എന്നെ പറയണേ. AI അല്ലട്ടോ, ഒറിജിനലാണ്. സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. കണ്ടങ്ങള് അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്, അങ്ങനെ ഖുർആനിലുണ്ട് എന്ന് പച്ച കുഫ്ർ. അള്ളാഹിന്റെ ഖുർആനിനെ പറ്റി മൗലവിമാര് പറയുന്നത് കണ്ടോ? ഫത്താവൽ മനാറിൽ ആദ്യകാല വഹാബികൾ അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് എഴുതി വെക്കുന്നു. ആ എഴുതി വെച്ചത് മൗലവിമാര് സമ്മതിക്കുന്നു. എന്നിട്ട് എവിടെ അവയവമുണ്ടെന്ന് പറഞ്ഞത് എന്ന് മൗലവിമാര് വെല്ലുവിളിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞ മൗലവിമാരുടെ ഒറിജിനൽ സംസാരം ഞാൻ കേൾപ്പിക്കുന്നു. ഓ മുജാഹിദുകളെ, ഇങ്ങനെ അള്ളാഹനെ പരിചയപ്പെടുത്താത്തതാണോ കാന്തപുരം ഉസ്താദിന്റെ കുഴപ്പോ? ഞങ്ങളെ മുഅ്മിനീങ്ങൾക്ക് ആലിമീങ്ങൾ അള്ളാഹനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞങ്ങളെ ഗുരുനാഥന്മാരെങ്ങനെ പറഞ്ഞു തന്നോ ആ അള്ളാഹു ഞങ്ങൾക്കുണ്ട്. ആ ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരെങ്ങനെ അള്ളാഹനെ പറഞ്ഞു കൊടുത്തോ അത് ഞങ്ങളുടെ ഗുരുനാഥന്മാരിലുണ്ട്, ഞങ്ങളെ മാതാപിതാക്കളിലുണ്ട്. ഇതുപോലെ പറയാൻ ഇവിടെയുള്ള വഹാബികൾക്ക് സാധിക്കുമോ? ഇത് 2 കാലത്തുള്ള വഹാബി പുരോഹിതന്മാർക്ക് 2 കോലത്തിലെ പടച്ചോനെ കിട്ടിയതാണ്. ഇനി നിങ്ങൾക്ക് നോക്കണോ, ഒരുപാടുണ്ട്. 1-2 എക്സാമ്പിളും കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഓരോ പ്രസംഗത്തിൽ ഇങ്ങനെ ഓരോ കൊല്ലത്തെ സാധനം ഇടലാണ്. കാരണം അത്രമാത്രം കോലത്തിലെ പടച്ചോൻ വഹാബിയാക്കുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അള്ളാഹു തആല പാരത്രിക ലോകത്ത് മനുഷ്യനാജരാക്കപ്പെടുമ്പോൾ പാരത്രിക ലോകത്തെ അന്നത്തെ ഭയവിഹ്വലതകള് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ഒരു ആയത്താണ്. ആ ആയത്ത് വയൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ.
അതെന്താ പറഞ്ഞത്? യൗമ യുക്ശഫു അൻ സാക്ക്, വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന നാളിൽ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, എന്നാൽ അവർക്ക് കഴിയില്ല. ഇത് സഹോദരന്മാരെ വിഷമം കൊടുമ്പിരിക്കൊള്ളുക എന്നാണ് അതിന് ഉമർ മൗലവി അർത്ഥം വെച്ചത്. എന്നാൽ അതിൻ്റെ ഡിക്ഷണറി നോക്കിയാൽ കിട്ടുന്ന അർത്ഥം എന്താണ്? യൗമ യുക്ശഫു അൻ സാക്ക് എന്ന് പറഞ്ഞാൽ തണ്ടങ്കാലിനെ വെളിവാക്കപ്പെടുന്ന ദിവസം എന്നാണ്. യഥാർത്ഥത്തിൽ അതാണോ അവിടെ അള്ളാന്റെ തണ്ടങ്കാല് എന്നാണോ അർത്ഥം? അല്ല. എന്നാരാ പറയുന്നത്? വെളിയങ്കോട് ഉമർ മൗലവി. എന്താണ് അയാൾ പറയുന്നത്? അത് പാരത്രിക ലോകത്തെ ഭയപ്പാടിനെ കുറിച്ച് പറയാണ് എന്നാ. ആലങ്കാരിക പ്രയോഗമാണ്, അല്ലാതെ അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഏതുപോലെ നമ്മൾ നാട്ടുകാർ പറയലോ, പേടിച്ചു മണ്ടിന് മടക്കുത്തി മണ്ടുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രയോഗമാണ് സഹോദരന്മാരെ അവിടെ പ്രയോഗിച്ചത്, അല്ലാതെ അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്നല്ല എന്ന് പഴയകാല മുജാഹിദുകളുടെ പരിഭാഷയിൽ അവർ എഴുതി വെക്കാൻ. എന്നാൽ 2005 അതേ ആയത്ത് മുജാഹിദുകൾ എടുത്തിട്ട് അൽമനാറിൽ കൊണ്ടുവരാൻ, എന്നിട്ട് മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. എന്താണ് മൗലവിമാർ പറയുന്നത്? വയോമയുക്ശഫു അൻ സാക്ക്, അള്ളാഹ്ക്ക് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ അള്ളാഹ്ക്ക് കണങ്കാലില്ല, എന്നാൽ 2005 അൽമനാറിൽ അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് വഹാബികൾ പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഇനി രണ്ട് കാലത്തെ മുജാഹിദുകൾക്ക് രണ്ട് കോലത്തിൽ, കണങ്കാലുള്ള പടച്ചോനും കണങ്കാലില്ലാത്ത പടച്ചോനും. ഇതും പോട്ടെ, ഇനി ഒരേ മൗലവിയുടെ ഖുർആൻ പരിഭാഷ രണ്ടട്ട അച്ചടിച്ചപ്പോൾ രണ്ട് ഖുർആൻ പരിഭാഷയിൽ രണ്ട് കോലത്തിലെ പടച്ചോൻ. വെറുതെ പറയല്ല. നിങ്ങൾ നോക്ക്, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്ന് പറയുന്ന മൗലവി ഈ ആയത്തിന് ഖുർആൻ പരിഭാഷയിൽ അർത്ഥം കൊടുത്തപ്പോൾ ആദ്യം അർത്ഥം കൊടുത്തത് എന്താണ്? പാരത്രിക ലോകത്തെ ഭയപ്പാടിന്റെ സമയം, പേടി വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന സമയം എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറപ്പൂര് തൻ്റെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയിൽ ഈ ആയത്തിന് അർത്ഥം കൊടുത്തത്, അല്ലാതെ അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്നല്ല. ആ ഖുർആൻ പരിഭാഷ അച്ചടിച്ച് നാട്ടുകാരടിയിലൊക്കെ വിറ്റു. അത് വാങ്ങിക്കൊണ്ടേ വായിച്ച് അലമാരയിൽ വെച്ച വഹാബികള്, സഹോദരന്മാരെ, ആ വഹാബികൾ ഇപ്പോഴും കണങ്കാലില്ലാത്ത പടച്ചോനെ വിശ്വസിക്കാൻ. അതേ ഖുർആൻ പരിഭാഷ ആദ്യത്തെ പരിഭാഷ വിറ്റു തീർന്നപ്പോൾ രണ്ടാമത് അടിച്ചപ്പോൾ രണ്ടാമത്തെ ഖുർആൻ പരിഭാഷയിൽ നിങ്ങൾ നോക്ക്, അയാൾ പറയാണ് ഇവിടെ യൗമയുക്ശഫു അൻ സാക്ക് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് കണങ്കാലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടങ്ങള്, ഒരേ മൗലവിയുടെ രണ്ട് ഖുർആൻ പരിഭാഷയിൽ രണ്ട് കോലത്തിലെ പടച്ചോനാണ്. എന്നാൽ ആദ്യത്തെ ഖുർആൻ പരിഭാഷ മൗലവിമാര് പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യത്തെ ഖുർആൻ പരിഭാഷ പണം കൊടുത്തു വാങ്ങിയവർക്ക് കണങ്കാലില്ലാത്ത പടച്ചോനെ കിട്ടുകയാണ്. രണ്ടാമത്തെ ഖുർആൻ പരിഭാഷ വായിച്ചവർക്ക് കണങ്കാലുള്ള ദൈവത്തെ കിട്ടുകയാണ്. സഹോദരങ്ങളെ, ഈ രീതിയിൽ ഇസ്ലാമിൽ ഒരു ദൈവവിശ്വാസമുണ്ടോ? ഈ രീതിയിൽ ലോകത്തേതെങ്കിലും മതങ്ങൾക്കൊരു ദൈവവിശ്വാസമുണ്ടോ?